എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സമൂഹത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ, അത് ആരും ചെയ്യാത്ത ഒരു ചാനലുകളും ഒരു ഡിജിറ്റൽ ചാനലും തൊടാത്ത ഒരുപാട് വിഷയങ്ങളുമായിട്ടാണ് സുഭാഷിതം ചാനൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു ഒരു ഗ്രൂപ്പിനിടയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ക്രിട്ടിക്കൽ മാസിൻ്റെ ഇടയിൽ നല്ല പേരുണ്ട്. ഞങ്ങൾക്ക് റീച്ച് ഒരുപാട് വരുന്നില്ല, മറ്റു ചില ചാനലുകൾ പോലെ ഒരുപാട് ഇങ്ങനെ വല്ലാത്ത റീച്ച് വരുന്നില്ല. പക്ഷേ ആ റീച്ച് വരും. റീച്ച് വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ ചില വിഷയങ്ങൾ സമൂഹത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നുള്ളതാണ്. അവിടെ ഗാന്ധിജിയുടെ ഒരു ശബ്ദമാണ്, വാക്കാണ് ഞങ്ങൾക്ക് പ്രേരണ. ഗാന്ധിജി പറഞ്ഞു, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സത്യം ആര് കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ എല്ലാ ബഹളങ്ങളും താഴേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ആ സത്യം ഇവിടെ ഉയർന്നു നിൽക്കും. എം.എൻ. വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, കുട്ടി ചോദ്യം ചോദിച്ചാൽ കുട്ടിയെ തല്ലിയാലും ഉത്തരം കൊടുത്തില്ലെങ്കിലും ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കും. ഞങ്ങളും ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ചോദിക്കുന്നില്ല, അവർ അവഗണിക്കുന്നു. അവർ അന്തിച്ചർച്ച എന്ന് പറഞ്ഞ് കളിഷാപ്പിൽ നടക്കുന്ന പോലത്തെ എന്ത് ചർച്ചയാണ് നടത്തുന്നത് അവർക്കും അറിയില്ല, നമുക്കാർക്കും. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, ഞാൻ വിഷയത്തിലേക്ക് വരാം. കേരളം രൂപീകരിച്ചതിന് 57 കേരളം രൂപീകരിച്ചതിന് ശേഷം 2025 എത്തി നിൽക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതാണ് റിയൽ കേരള. അപ്പോൾ കേരള സ്റ്റോറി എന്ന് പേരിടുന്നില്ല, കാര്യം അങ്ങനെ പേരിട്ടാൽ പിന്നെ അത് കേരളത്തെ അപമാനിക്കുന്നതാവും. അപ്പോൾ റിയൽ കേരള എന്നൊരു പരമ്പര ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്ന അറിയപ്പെടാത്ത മറ്റൊരു കേരളമുണ്ട്. നമ്മൾ കേരള വികസന മാതൃക എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കാണാതെ പോകുന്നൊരു കേരളം ഉണ്ട്. ഒന്നാമത് ഇന്നെടുക്കുന്നൊരു വിഷയം, ഇന്നലെ എനിക്ക് കണ്ണൂരിൽ നിന്നൊരു ഫോൺ വന്നു. അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അദ്ദേഹം ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം വർക്ക് ചെയ്ത സ്കൂളിൽ വന്ന എയ്ഡഡ് സ്കൂളാണ്. അപ്പം എയ്ഡഡ് സ്കൂളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്. അങ്ങനെയാണ് 3 ടൈപ്പിലാണല്ലോ. എയ്ഡഡ് സ്കൂളിൽ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റോ SNDP, NSS, MES, മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടന തുടങ്ങി ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് വരെയുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട് കേരളത്തിൽ. ആ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകർക്കും മറ്റുള്ളവർക്കും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് സാലറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ശമ്പള പരിഷ്കരണവും പെൻഷനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ചാണ് എയ്ഡഡ് സ്കൂളിൽ വരുന്നത്. എന്നെ ഇന്നലെ വിളിച്ച അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ 2 വേക്കൻസിക്ക്, അത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, 2 വേക്കൻസിക്ക് PhD ഉള്ള 2 പേരിൽ നിന്ന് ഓരോ കോടി രൂപ ചോദിച്ചു. അവർ 45 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ജോലിക്ക് കയറിയിട്ടുണ്ട്. ബാക്കി രൂപ കൊടുക്കും. നേരത്തെ +2 വന്നപ്പോൾ അതിൻ്റെ സാലറി ഇപ്പോൾ 65,000 രൂപയാണ് ബേസിക് സാലറി എങ്കിൽ, അല്ലെങ്കിൽ സ്കെയിലിൻ്റെ അടിസ്ഥാന ശമ്പളമെങ്കിൽ 65,000 ഇൻറ്റു ലക്ഷം, അത് കണക്കാക്കി ലക്ഷം, അപ്പോൾ 65 ലക്ഷം. 25,000 LP സ്കൂളിലെ സാലറി എങ്കിൽ 25 ലക്ഷം, 50,000 ഹൈസ്കൂളിലെ സാലറി എങ്കിൽ 50 ലക്ഷം. അങ്ങനെയാണ് പണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് മാറി 1 കോടി രൂപയിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് യാഥാർത്ഥ റിയൽ കഥയാണ് പറയുന്നത്, അല്ലാതെ എനിക്കിതിനകത്ത് ഒരു പെരുപ്പിക്കലുമില്ല. ഇന്ന് എനിക്കൊരു സ്റ്റോറി വന്നിരുന്നു. ആ സ്റ്റോറിയിലെ 1-ാം ഭാഗം പറയാൻ, 2-ാം ഭാഗം ഞാൻ പറയുന്നില്ല. കാരണം 2-ാം ഭാഗം അദ്ദേഹത്തിന് വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. 1-ാം ഭാഗം LP സ്കൂളിൽ പ്രവർത്തിക്കാനായിട്ട് 25 ലക്ഷം രൂപ കൈക്കൂലിയല്ല അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ 25 ലക്ഷം രൂപ അടച്ച് LP സ്കൂളിലും 50 ലക്ഷവും 60 ലക്ഷവും കൊടുത്ത് ഹൈസ്കൂളിലും 1 കോടി രൂപ കൊടുത്ത് ഹയർ സെക്കൻഡറിയിലും 2 കോടി രൂപ വരെ കൊടുത്തുകൊണ്ട് കോളേജിലും PhD എടുത്തിട്ടാണ്. നെറ്റ് പാസ്സായി, സെറ്റ് പാസ്സായി, UGCയുടെ പരീക്ഷകളെല്ലാം പാസ്സായി PhD എടുത്തതിന് ശേഷം 2 കോടി രൂപ കൊടുത്തൊരു കോളേജ് അഡ്മിഷനിൽ ഒരു അധ്യാപികയായിട്ട് മാറേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, അധ്യാപനമായി മാറുമെന്ന് പറഞ്ഞാൽ, ഇത് ചർച്ച ചെയ്യാത്ത കേരളം എന്ത് വികസനം നേടിയിട്ടും എന്ത് മാതൃകയായിട്ടും എത്ര തന്നെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും അതൊരു അധപ്പതനമല്ലേ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് മാറാം. ഞാൻ വ്യാപകമായി കേരളത്തിൽ ക്ലാസ് എടുക്കുന്ന കാലം കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ, ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ ഞാൻ പോകുമ്പോൾ അത്യാഡംബരപൂർവമായ ഒരു കാറിൽ ഒരു ടീച്ചർ കാർ ഓടിച്ചു വരുന്നു. ടീച്ചർ ഇറങ്ങുന്നു. ടീച്ചർ ഇറങ്ങിയപ്പോൾ ടീച്ചറാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്, എന്നെ വിളിച്ചിട്ടുള്ള ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ ഈ ക്ലാസ് എല്ലാം കഴിയുമ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറിന് എത്ര രൂപ ശമ്പളമുണ്ടെന്ന് ചോദിച്ചു. ഒരു അൺഎയ്ഡഡ് സ്കൂളാണ്.
അപ്പോൾ ടീച്ചർ ചോദിച്ചാൽ അതെന്താ സാറേ, കുറേ വർഷം മുമ്പുള്ള കഥയാണ്, എന്താ സാറേ അങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, അല്ല മാഡം ഇത്രയും വലിയ ആഡംബര കാറിൽ വന്നു, പിന്നെ മാഡം ഉടുത്തിരിക്കുന്ന സാരി ആയാലും മറ്റ് സംവിധാനങ്ങളായാലും മറ്റേ ഉടുത്തൊരുങ്ങി ബ്യൂട്ടി പാർലറിൽ പോയതുപോലെ വളരെ ക്ലാസ് ഉള്ളതുകൊണ്ടായിരിക്കും, അപ്പോൾ വളരെ വലിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള പണം ഇവിടെ നിന്ന് കിട്ടുമോ എന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, സാർ ആരോടും പറയരുത് എൻ്റെ പേരൊന്നും, 5000 രൂപയാണ് എനിക്കിവിടെ ശമ്പളം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ വരില്ലല്ലോ 5000 രൂപ ഈ കാറിൽ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ ഞാൻ MSc B.Ed കഴിഞ്ഞ ആളാണ്, എനിക്ക് ഈ സ്കൂളിൽ ജോലി തന്നിരിക്കുന്നത് പിന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലാണ്, ഹയർ സെക്കൻഡറിയിലേക്ക് തരും, അൺഎയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ എനിക്ക് പിന്നെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണം കൊടുത്തിരിക്കുന്നത്. എൻ്റെ അപ്പച്ചനുമൊക്കെ നല്ല പണമുള്ള ആളാണ്, ബിസിനസ്സുകാരായിരുന്നു. അതുകൊണ്ട് ഞാൻ പണം കൊടുത്ത്, പൈസ കൊടുത്തല്ല ജോലി കിട്ടിയിരിക്കുന്നത്, പക്ഷേ എനിക്ക് 5000 രൂപയെ ശമ്പളമുള്ളൂ. 5000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ 5000 രൂപ ഒരുപക്ഷെ ഇപ്പോൾ 10,000, 20,000, 30,000 ആവുമായിരിക്കും. എനിക്ക് അന്ന് 5000 രൂപയെ ശമ്പളമുള്ളൂ. പക്ഷേ ഞാൻ ഈ 5000 രൂപ വെച്ച് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ വേറെ എനിക്ക് മാർഗ്ഗമില്ല, എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞാൻ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ഇത് വരുന്നു. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നൊരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി വളരെ വലിയ രീതിയിലാണ് നമ്മൾ പണം മുടക്കുന്നത്. 1957 മുണ്ടശ്ശേരി മാസ്റ്റർ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു വിദ്യാഭ്യാസ ബില്ലുണ്ട്. അതിനെ നമ്മൾ സകല ജാതി മത സംഘടനകളും എല്ലാവരും കൂടി വിമോചന സമരം വരെ നടത്തി അതിനെ നശിപ്പിച്ചു. അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് കൈവയ്ക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ തുടർച്ചയായി ഭരണം കിട്ടിയ പിണറായി വിജയനും കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഒരു കുഴപ്പമുണ്ട്. ഭരണഘടന നൽകുന്ന ഒരു വാക്കാണ് ഇതിനെല്ലാം കുഴഞ്ഞു കിടക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ നടത്താം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്നൊരു ക്ലോസ് കിടപ്പുണ്ട്. ആ ക്ലോസ് വെച്ചുകൊണ്ടാണ് ഈ തീവെട്ടിക്കൊള്ള, കടൽ കൊള്ള നടക്കുന്നത്. ഇത് റിയൽ കേരളയാണ്. ഇത് ചർച്ച ചെയ്യാതെ 1 മില്ലിമീറ്റർ പോലും കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെ ഒരുപാട് റിയൽ കേരളയുണ്ട്. അത് നമ്മൾ ഇന്നലെയും ചില സാധനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു കടൽ കൊള്ളയാണ്, വലിയ കൊള്ളയാണ് നടക്കുന്നത്. അത് ഏത് കോളേജ് എടുത്താലും, ആര് നടത്തുന്ന കോളേജ് എടുത്താലും, ഞാൻ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഡേറ്റയുണ്ട്. പക്ഷെ അങ്ങനെ കോളേജുകളുടെ പേരോ മാനേജ്മെൻറ്റോ പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായ ഒരു ആക്ഷേപമായി മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പുറത്ത് വലിയ ആദർശം പറയുന്ന, വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുന്ന, വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന പറയുന്നവരും നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായി ഈ അധ്യാപകരെ നിയമിക്കുന്നതിൽ അല്ലെങ്കിൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ കാശ് മേടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് 25 ലക്ഷം രൂപ LP സ്കൂളിന് മേടിച്ചെങ്കിൽ അതിന് 50 ലക്ഷം എവിടെയെങ്കിലും മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. റിയലായിട്ട് എനിക്ക് കിട്ടിയത് 25 ലക്ഷത്തിൻ്റെ ഡേറ്റയാണ്. ഹൈസ്കൂളിൽ വരുമ്പോൾ അത് 50 ലക്ഷമാകുന്നു, 60 ലക്ഷമാകുന്നു. ഹയർ സെക്കൻഡറിയിൽ വരുമ്പോൾ അത് 1 കോടിയാകുന്നു. കോളേജിലേക്ക് വരുമ്പോൾ 2 കോടിയാകുന്നു. എന്താണ് കേരളത്തിൽ ശരിക്ക്? മറ്റൊരു സ്റ്റേറ്റിലും ഇത്രയും എയ്ഡഡ് സ്കൂളുകളില്ല. നമ്മൾ ഭരണഘടനയെക്കുറിച്ചൊക്കെ ഇത്രയും വാചാലമായി വർത്തമാനം പറയുമ്പോൾ, കേരളത്തിൽ സാമൂഹ്യനീതിയെക്കുറിച്ച് പറയുമ്പോൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലെ കേരളം ഉയർന്നു വന്ന് എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന മാഗസിനും അല്ലെങ്കിൽ അതുപോലുള്ള പത്രവും ഒക്കെ ചെയ്തുവെന്ന് KN ബാലഗോപാലൊക്കെ വല്ലാതെ സന്തോഷിക്കുമ്പോൾ, നമ്മളുടെ കാൽച്ചുവട്ടിലെ ഈ സത്യം, ഈ യാഥാർത്ഥ്യം കാണാതെ നമ്മൾ പോകാനാകില്ല. ഇതൊരു കടൽ കൊള്ള തന്നെയാണ്.